സാറേ വേഗം വരിക, നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. വരിക സാഹചര്യം. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തൊഴിലാളി ദിനാശംസകൾ. തൊഴിലാളി ദിനാശംസകൾ രണ്ടുപേർക്കും, മൂന്ന് പേർക്കും. അതെ, നമ്മളെല്ലാവരും തൊഴിലാളികൾ. മാത്രമല്ല അഖില ലോക തൊഴിലാളികൾ സംഘടിക്കുവിൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കൈവിലങ്ങുകളല്ലാതെ നമുക്കൊരു പുതിയ ലോകം നേടാനുണ്ട് താൻ, അല്ലേ? പക്ഷെ തൊഴിലാളികളും മുതലാളികളും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത ഒരു വർഗം കൂടി രൂപീകരിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഒരുപാട് തൊഴിലാളികൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്, IT കമ്പനികളിലേക്കുള്ളവരുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനൊരു, പക്ഷെ എന്നാലും കൂടുതൽ 99% തൊഴിലാളികളെ അസംഘടിത മേഖലയിൽ ജീവിക്കുന്നവരുടെ ജീവിതം അത്ര സുന്ദരമാണ്. നമ്മൾ ഈ ദിനത്തിൽ ശരിക്കും ഓർക്കേണ്ടത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തന്നെ, പ്രത്യേകിച്ച് സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലെയുള്ള അങ്ങനെയുള്ള തൊഴിലാളികളൊക്കെ എന്നുള്ള ഒരു ആവശ്യം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന് ഇപ്പോഴും തിരിച്ചറിയാത്ത. മാത്രമല്ല അതിനുശേഷമുള്ള 8 മണിക്കൂർ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർ ഇത്രയും ജോലി ചെയ്താലും എന്താണ് അവർക്ക് ശേഷം ലഭിക്കുക, അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പത്രത്തിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പത്രവാർത്തയായി ഇന്ന് നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ഇന്നലത്തെ 2-3 വാർത്തകളിൽ ഒന്ന് ജാതി സെൻസസുമായി പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാണ്. അതെ, അപ്പോ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട ലീഡായി എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ മാതൃഭൂമിയുടെ തലക്കെട്ട് ജാതി സെൻസസ് ഉറപ്പിച്ചു എന്നാണ്. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജാതി സെൻസസിന്റെ വാർത്ത വിചാരിച്ചിരുന്നു. നമ്മൾ മാത്രമല്ല, കേന്ദ്ര രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചത്, സെൻട്രൽ കമ്മിറ്റി ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ്, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കുമെന്നാണ്. പക്ഷെ പെട്ടെന്ന് അശ്വിനി വൈഷ്ണവ് വന്ന മാധ്യമങ്ങളെ കാണുന്നു, പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് വളരെ പെട്ടെന്ന് ജാതി എന്യൂമറേഷൻ നടത്തും എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. തുടർന്ന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം കൊടുത്തില്ല. വാർത്ത ഇങ്ങനെയാണ്: ജാതി സെൻസസ് ഉറപ്പിച്ചു, കേന്ദ്രം വഴങ്ങി, പ്രതിപക്ഷ വിജയമെന്ന് ഇന്ത്യ സഖ്യം, പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസും നടത്തും, കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഒടുവിൽ ജാതി സെൻസസിന് വഴങ്ങി കേന്ദ്ര സർക്കാർ, അടുത്ത പൊതു സെൻസസിനോടൊപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജാതി സെൻസസ് നടത്താൻ തീരുമാനം. രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നിരന്തരം ഉന്നയിക്കുന്ന ജാതി സെൻസസ് എന്ന ആവശ്യത്തിന് വഴങ്ങിയ മോദി സർക്കാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അടിയന്തര പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അടുത്ത പൊതു സെൻസസ് എപ്പോൾ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയില്ല. ബുധനാഴ്ച ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ ഉപസമിതിയാണ് പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസും നടത്താൻ തീരുമാനം എടുത്തത്. ഇത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ജാതി സർവേ നടത്തിയിരിക്കുന്നത്. സെൻസസ് എന്ന് പറയാൻ പറ്റില്ല, അതിലൊന്ന് ബീഹാറാണ്, മറ്റൊന്ന് കർണാടകയുണ്ട്, തെലങ്കാനയുണ്ട്. അപ്പൊ കർണാടകയിൽ ആ ജാതി സർവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരാൻ പോവുകയാണ്. ബൊക്കലിംഗ, ലിംഗായത്ത കമ്മ്യൂണിറ്റികളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറും എന്നത് കേന്ദ്ര സർക്കാരിന് അറിയാമോ? മാത്രമല്ല സാർ, 2023 ബീഹാർ സെൻസസ് ഇറക്കിയത് 8% മാത്രവുമല്ല, ഇനിയിപ്പോ ഇലക്ഷൻ നടക്കാൻ പോകുന്ന 2029 ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ ജാതി സെൻസസ് അപ്പോഴേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ഇത് നടക്കില്ല. പക്ഷേ ബീഹാറിൽ അതൊരു പൊളിറ്റിക്കൽ മൂവാണ്. അവിടെ ഇന്നലെ രാഹുൽ ഗാന്ധി അടുത്ത പൊതു സെൻസസിനൊപ്പം ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും നടക്കുമെന്നാണ് പറയുന്നത്. 2021 നടക്കേണ്ടതാണ് സെൻസസ്. പക്ഷേ കോവിഡ് മൂലം അത് മാറ്റിവെച്ചു, ഇതുവരെയും നടന്നില്ല. ഈ സെൻസസ് നടക്കുമ്പോൾ സ്വാഭാവികമായും ജാതി സെൻസസും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും വലിയ മാറ്റമാണ്. ഇനി കേരളത്തിന്റെ നിലപാട് അറിയണം. ഇനി മാറി നിൽക്കാൻ പറ്റില്ല. ജാതി സെൻസസ് രാജ്യം ഒട്ടാകെ വരുമ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ കോടതി തന്നെ ആവശ്യപ്പെട്ടിരുന്നു ജാതി സെൻസസ് വേണ്ടേ എന്ന്. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമിയിലുള്ളത്. മനോരമയിലോ? മനോരമയ്ക്ക് ഇന്ന് ഉൾപേജുകൾ കാണുന്നില്ല. ദേശാഭിമാനിയില് ആദ്യ പേജിൽ വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖം നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും, രാജ്യത്തിന്റെ കവാടം, കേരളത്തിന്റെ സ്വന്തം എന്ന് പറഞ്ഞു. ഓക്കെ, മറ്റൊരു വാർത്തയുള്ളത് മാതൃഭൂമിയിൽ. തിരിച്ചടിക്കൊരുങ്ങി, തലസ്ഥാനത്ത് നിർണായക നീക്കം, പാക് വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചു എന്ന വാർത്ത കൂടി മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാത അടച്ചു. യാത്ര സൈനിക വിമാനങ്ങൾക്കാണ് വിലക്ക്, വിദേശ വിമാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെയുള്ള നടപടിയുടെ തുടർച്ചയാണ് ഈ നടപടി എന്ന് പറയുന്നത്. സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു, പക്ഷേ ഒരു നിർണായക ആക്ഷനിലേക്ക് ഇതുവരെ പോകുമെന്ന് തോന്നിക്കും, പക്ഷേ പോകുന്നില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ
കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതെ, ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന സമയത്തുള്ളൊരു അറ്റാക്ക് അല്ല, അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കിയുള്ളൊരു അറ്റാക്ക് എന്ന നിലയിലായിരിക്കും. എന്നാലും കാത്തിരിക്കുകയാണ് എല്ലാവരും. വളരെ പെട്ടെന്ന് വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട്. വിഴിഞ്ഞം വഴിതെളിക്കും എന്ന വാർത്ത കൂടി മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. ഇന്നെത്തും. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക്, നാളെ രാവിലെ 11 മണിക്കാണ് തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം, കമ്മീഷനിങ് എന്നാണ് പറയുക, അത് നിർവഹിക്കുക പ്രധാനമന്ത്രി. അതെന്തായാലും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ, അല്ലേ? മാധ്യമത്തിലോ സർ, മാധ്യമത്തിലെ പ്രധാന ലീഡെന്ന് പറയുന്നത് പ്രതിപക്ഷ സമ്മർദ്ദത്തിൽ നിലപാട് മാറ്റി, അങ്ങനെയാണ്, നിലപാട് മാറ്റി എന്ന് പറയുന്നു. അവർ അങ്ങനെ എഴുതുന്നുണ്ട്. ജാതി സെൻസസിന് കേന്ദ്രം, നമ്മളത് വായിച്ചതായതുകൊണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, ഈ മംഗളൂരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായല്ലോ, അപ്പോൾ അഷ്റഫിന്റെ മൃതദേഹം നില സംസ്കരിച്ചു. അപ്പോൾ മംഗളൂരു ആൾക്കൂട്ടക്കൊല, അഷ്റഫിന് നാടിന്റെ കണ്ണീർ വിട. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് മംഗളൂരു കുടുപ്പുവിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ പറപ്പൂർ സ്വദേശി അഷ്റഫിന് നാടിന്റെ കണ്ണീർ വിട. മൃതദേഹം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ നാട്ടിലെത്തിച്ചു. അങ്ങനെയാണ് അവർ പറയുന്നത്. മാതൃഭൂമിയിൽ കരുത്തോടെ രൂപ എന്നൊരു വാർത്ത കൂടിയുണ്ട്. നമ്മുടെ രൂപ കുറെ കാലത്തിന് ശേഷം കുറച്ച് ഒന്ന് കഞ്ഞി എടുക്കട്ടെ പോലെ രൂപയുടെ കാര്യത്തിൽ 5 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിലവാരം സ്വന്തമാക്കി ഇന്ത്യൻ രൂപ. എത്രയാ? 38 പൈസയുടെ നേട്ടം. ഒരു നേട്ടമാണ്. എന്നാലും 84 രൂപ 58 പൈസയാണ് $1 ഇന്ത്യൻ രൂപ. ഷൂട്ടിംഗ് റേഞ്ചിലെ ദ്രോണാചാര്യന് വിട. സണ്ണി തോമസിന്റെ മരണവും മാതൃഭൂമി വലിയ വാർത്തയായി തന്നെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. ഒരു ചിത്രം കൂടിയുണ്ട്, ആ ചിത്രം കൂടി ഞാൻ പറയാം. മാതൃഭൂമിയുടെ ചിത്രം, ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ ഡോക്ടർ എ ജയതിലകനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശാരദാ മുരളീധരൻ സെക്രട്ടേറിയറ്റിൽ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിച്ച ഒരു ചിത്രം കൂടിയുണ്ട്. ഇന്നലെയാണ് ശാരദാ മുരളീധരൻ പടിയിറങ്ങുന്നതും എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് സ്ഥാനമേൽക്കുന്നതും. എന്തായാലും 2026 ജൂൺ വരെയാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി കസേരയിൽ ഉണ്ടാവുക. ഈ സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ആദ്യ പേജിൽ മാതൃഭൂമിയിൽ വേടന്റെ വാർത്ത ഇല്ല, പക്ഷെ ഉൾപേജുകളിൽ വേടന്റെ വാർത്തയുണ്ട്. നമ്മൾ വേടന് ജാമ്യം കിട്ടിയ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ നങ്കൂരമിട്ട് വിഴിഞ്ഞം എന്ന വാർത്തയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിൽ സെന്റർ സ്പ്രെഡ് പേജിൽ വിഴിഞ്ഞത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ മാധ്യമവും ഈ 2 പേജും എഡിറ്റോറിയൽ 2 പേജും മാറ്റി വെച്ചിട്ടുണ്ട്. തുറക്കുന്നു സ്വപ്നമുഖം എന്ന പേരിലാണ് മാധ്യമം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും സെന്റർ സ്പ്രെഡായി വിഴിഞ്ഞം തന്നെയാണ്. അതെ. അപ്പൊ നാളെയാണ് യഥാർത്ഥത്തിൽ ആ ദിവസം സമ്പൂർണ്ണമായിട്ടും മാറുന്നത്. പക്ഷെ നമ്മൾ ഇന്നേ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രവാർത്തകളായി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തത്സമയ വാർത്തകളിലേക്ക് പോകാം. കൂടുതൽ ഒരുപിടി വാർത്തകളുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും ഒരിക്കൽ കൂടി, അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കൈവിലങ്ങുകൾ അല്ലാതെ. ഓക്കെ.